ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു പിങ്ക് കളറിലുള്ള പാൽപ്പായസം റെഡിയാക്കാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസമാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ അടുത്തൊക്കെ തന്നെ വരും കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. ഇത് ഞാൻ പച്ചരിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. പച്ചരി വേണം, പാൽ വേണം, പഞ്ചസാര വേണം, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ പായസം കുക്കറിലാണ് റെഡിയാക്കുന്നത്. അത്യാവശ്യം വലിയ കുക്കർ തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വിസിലടിക്കുമ്പോൾ പാലൊക്കെ പുറത്തേക്ക് തെറിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ കുക്കർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കറിയൊക്കെ കുക്ക് ചെയ്യുന്ന കുക്കറാണെങ്കിൽ അതിൽ എണ്ണമയോ അല്ലെങ്കിൽ മഞ്ഞക്കറിയൊക്കെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ട് തന്നെ കുക്കർ എടുക്കുക. അപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 6 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് ചൂടായിട്ട് വരുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തവി വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് ഈ പാല് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ഞാനിപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ 1/2 കപ്പ്, അതായത് 125 ml മെഷറിംഗ് കപ്പിൽ 1/4 ഭാഗത്തോളമാണ് കേട്ടോ ഞാൻ അരി എടുത്തിരിക്കുന്നത്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് പായസത്തിൻ്റെ ആ ഒരു തിക്ക് മതിയെന്നുണ്ടെങ്കിൽ ഈ അളവിൽ തന്നെ എടുത്താൽ മതി. അതല്ല കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് തന്നെ എടുക്കാം. അപ്പോൾ ഈ പായസം കുക്ക് ചെയ്യേണ്ടത് ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് കേട്ടോ. ഗ്യാസ് അടുപ്പിൻ്റെ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ തന്നെ 25 മിനിറ്റാണ് ഇതിനെടുക്കേണ്ട ടൈം. അപ്പോൾ കറക്റ്റ് 25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറിൽ 2 വിസിൽ ടോട്ടൽ കേട്ടിട്ടുണ്ട്. ചില കുക്കറിൽ വിസിൽ കേൾക്കില്ല, ചില കുക്കറിൽ വിസിൽ കേൾക്കും. അതൊന്നും നമ്മുടെ ഈ പായസത്തിനെ ബാധിക്കുന്ന പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ കേൾക്കാതിരിക്കുക, അതൊന്നും കുഴപ്പമില്ല. 25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നിങ്ങൾ ഈ കുക്കർ ഓപ്പൺ ചെയ്യേണ്ടത് 3/4 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ. വിസിൽ പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്യരുത്. അപ്പോൾ 3/4 മണിക്കൂറിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട്. ഞാനൊന്ന് കുക്കർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല കറക്റ്റ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. ക്യാമറയിൽ അത്രയ്ക്ക് ഡാർക്കായിട്ട് കാണുന്നില്ല. നല്ല ഡാർക്ക് പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. പായസത്തിന് നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ അതാ സൈഡൊക്കെ ഈ പാട പോലെ ഇരിക്കുന്നത് പാല് തിളച്ച് വരുമ്പോൾ പറ്റി പിടിച്ചിരിക്കുന്നതാണ്, അല്ലാതെ പായസം പിരിഞ്ഞതിൻ്റെ അല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിന് ട്രൈ ചെയ്യാൻ പറ്റിയ സ്പെഷ്യൽ പായസം തന്നെയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും, ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ടതാനും. അപ്പോൾ എല്ലാവരും ഈ പായസ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു.